വാർത്തയിലേക്ക് പോകണം. അത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളി PK കുഞ്ഞനന്തന്റെ മരണത്തിൽ CPM-ന് പങ്കുണ്ടെന്ന ലീഗ് നേതാവ് KM ഷാജി. അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായ കുഞ്ഞനന്തനെ രഹസ്യം ചോരാതിരിക്കാൻ CPM ഇല്ലാതാക്കിയെന്നാണ് ഷാജി പറയാതെ പറയുന്നത്. ശിക്ഷ അനുഭവിക്കവേ കുഞ്ഞനന്തന് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഷാജി പ്രസംഗിച്ചു. കൊണ്ടോട്ടിയിലെ ലീഗ് സമ്മേളനത്തിൽ ഷാജി നടത്തിയ പ്രസംഗം രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. കുഞ്ഞനന്തൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന്റെ പേരിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല്, എനിക്കൊരു ആക്ഷേപമില്ല. പക്ഷെ ഞാൻ പറയുന്നു, കുഞ്ഞനന്തൻ മരിച്ചത് എങ്ങനെയാണ്? കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്തനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവര് കൊന്നു കഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്തനാണ്. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, വളരെ മൂർച്ചയുള്ള ഒരു ആരോപണമാണ് ഷാജിയുടെ ഭാഗത്തു നിന്ന്. അല്ലാതെ തന്നെ ഈ ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് CPM പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന സന്ദർഭം കൂടിയാണ്. കോടതി തീരുമാനമൊക്കെ വന്നതിന് ശേഷം ക്ഷമിക്കണം, ഷാജി എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക? മുൻപുള്ള കൊലപാതകങ്ങൾ, മുൻപുള്ള മരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഷാജിയുടെ പ്രസംഗം. അതെന്ത് തരത്തിലുള്ള സ്വാധീനമുണ്ടാക്കും തെരഞ്ഞെടുപ്പ് ലോകത്ത്? നമുക്കറിയാം, ഈ TP കേസിലെ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ഇടതുപക്ഷം വീണ്ടും ആ കേസിൽ കൂടുതൽ വിശദീകരണവും പ്രതിരോധവും ഒക്കെ തീർക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ആ കേസിലെ 13-ാം പ്രതിയായിരുന്ന തടവിൽ ഇരിക്കെ അസുഖം കാരണം മരണമടഞ്ഞ കുഞ്ഞനന്തൻ്റെ കാര്യം ഷാജി വീണ്ടും വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഷാജിയുടെ ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇതൊരു കൂടുതൽ ഇടതുപക്ഷത്തിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ഒരു വിഷയം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇതിനെ സാധൂകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം ശൈലിയാണ് എന്ന് വിശദീകരിക്കുവാനാണ് ഫസൽ വധത്തിലെ കാര്യവും അതുപോലെ തന്നെ ഷുക്കൂർ വധത്തിലെ പ്രതികൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കൂടുതൽ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശൈലിയാണ് കൊല്ലുക, തുടർന്ന് കൊന്നവരെ വീണ്ടും മറ്റാരെങ്കിലും ഉപയോഗിച്ച് കൊല്ലുക. അത്തരത്തിൽ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയിലാണ്. അതിന് കുഞ്ഞനന്തൻ്റെ മരണവും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ കുഞ്ഞനന്തൻ്റെ മരണത്തിന് കാരണം ഭക്ഷ്യവിഷബാധയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞനന്തനെ ഇല്ലാതെയാക്കുവാൻ ഇടതുപക്ഷത്തിൽ ആരൊക്കെയോ ശ്രമിച്ചു എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം ആണ് KM ഷാജി അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. മാത്രമല്ല, ഈ TP കേസ് വീണ്ടും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുവാൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് കഴിയുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. സ്വാഭാവികമായിട്ട് KM ഷാജി, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രസംഗങ്ങൾ അത് മറ്റ് ലീഗ് നേതാക്കളെ പോലെയല്ല, കുറെ കൂടി കടുത്ത ഭാഷയിൽ, നിശ്ചിതമായ ഭാഷയിൽ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. എന്നാൽ ലീഗിന്റെ ഇപ്പോൾ ശ്രീ കുഞ്ഞനന്തന്റെ മകൾ സ്വപ്ന ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അനുമോദിലേക്ക് വരാം. സ്വപ്ന, KM ഷാജിയുടെ ആരോപണത്തോടുള്ള പ്രതികരണം എന്താണ്? ഇത് CPM-ന് കൂടി പങ്കാളിത്തമുള്ള ഒരു മരണമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കുടുംബം സ്വാഭാവികമായി അതിൽ പ്രതികരിക്കണമല്ലോ. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണവും ഇല്ല, അങ്ങനെ ഒരു ദുരൂഹതയോ ഞങ്ങൾ ഇവിടെ ആരോപിച്ചിട്ടില്ല. ഇത് KM ഷാജി സ്വന്തം ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ജൽപ്പനം മാത്രമാണ്. എന്തായിരിക്കും ഷാജിയുടെ ലക്ഷ്യം ഇങ്ങനൊരു സംഗതി ഉന്നയിക്കുന്നതിലൂടെ? ലക്ഷ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കാം. വേറൊന്നും ഞാനതിൽ കാണുന്നില്ല. ഇത്രയും കാലം ഇല്ലാത്തൊരു ആരോപണം ഷാജി ഇപ്പോൾ ഉന്നയിക്കുന്നെങ്കിൽ ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഭയമായിരിക്കും. സ്വാഭാവിക മരണമാണ് കുഞ്ഞനന്തന് സംഭവിച്ചതെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, അച്ഛനെ UDF-ന്റെ ഭരണ സമയത്ത് മതിയായ ചികിത്സ ലഭ്യമായിരുന്നില്ല. ഞങ്ങൾ പലതവണ കോടതിയിൽ അച്ഛനെ കൂടുതൽ വിദഗ്ധമായ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്തൊന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അത്ര ഒരു സമീപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ ലഭ്യമായിരുന്നില്ല. അങ്ങനെ വന്നു നോക്കിയാൽ UDF-ന്റെ അലംഭാവം കൊണ്ട് തന്നെയാണ് അച്ഛൻ മരിച്ചത്.
കൊടിയേരി അച്ഛൻ മരിച്ച സമയത്ത് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. UDF ഭരണകൂടം വേട്ടയാടി കൊന്നത് തന്നെയാണ് അച്ഛന. ഈ CPM-ന്റെ സഹായം ഉണ്ടായിരുന്നോ ആ വേളയിലൊക്കെ കുടുംബത്തിന്? പിന്നെ എല്ലാ ഘട്ടത്തിലും CPM-ഉം അച്ഛൻ നിരപരാധിയാണ് എന്നത് CPM-നും ബോധ്യമുള്ള കാര്യമാണ്, നാട്ടുകാർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഘട്ടത്തിലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള കേവലം ഒരു ആരോപണമായിയാണ് കുടുംബം ഇതിനെ കാണുന്നത്? ഉറപ്പായിട്ടും. ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിനോ മറ്റോ തയ്യാറെടുക്കുന്നുണ്ടോ കുടുംബം? വക്കീലുമാരോട് ആലോചിച്ചിട്ട് ഞങ്ങൾ ചെയ്യും. ആലോചിക്കുന്നുണ്ട് അല്ലേ? ആലോചിച്ചിട്ട് ചെയ്യും. അതിനെപ്പറ്റി പാർട്ടിയോട് സംസാരിച്ചിരുന്നോ ഈ വിഷയം? സംസാരിച്ചു. എന്താണ് മറുപടി? അല്ല, പാർട്ടിക്ക് വേറെ മറുപടി ഒന്നും ഇല്ല. ഇതിനകത്ത് ഞങ്ങളല്ലേ മറുപടി കൊടുക്കേണ്ടത്, പാർട്ടിയല്ലല്ലോ. ഞങ്ങളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ചു. ശരി ശരി. ഷപ്നയാണ് സംസാരിച്ചത്. കുഞ്ഞനന്തന്റെ മകൾ. അനുമോദ്, പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. കുഞ്ഞനന്തന്റെ കുടുംബം പൂർണ്ണമായും ഈ ആരോപണം തള്ളുന്നു. ഷാജി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണം മാത്രമായി ഇതിനെ മാറ്റി നിർത്തുന്നു. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് കുഞ്ഞനന്തന്റെ ഓരോ തരത്തിലും. ശ്രീ KK രമ MLA, അനുമോദ് തുടരുക. ശ്രീ KK രമ MLA കൂടിയുണ്ട്. ഷാജിയുടെ ആരോപണത്തെ എങ്ങനെയാണ് രമ മറുപടി പറയുന്നത്? നേരത്തെ കുഞ്ഞനന്തന്റെ കുടുംബം പറഞ്ഞത് അത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നാണ്. അല്ല, എനിക്ക് തീർച്ചയായിട്ടും അതൊരു ഗൗരവം, എന്റെ ഒരു അതൊരു അന്വേഷിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് മറ്റ് ഡീറ്റെയിൽസുകളൊന്നും എനിക്കറിയില്ല. ഏതായാലും അത്തരത്തിലൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ആ ഒരു ആരോപണത്തെ ഗൗരവത്തിൽ കാണണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അറിയില്ല, പല CPM-മായി ബന്ധപ്പെട്ട് നമുക്ക് മുൻകാലങ്ങളിലുള്ള പല കേസുകളും അതിനിത്തിരി ഗൗരവം തോന്നുന്നുണ്ട്. പക്ഷെ ഈ കേസിൽ എന്താണ് വസ്തുത എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഏതായാലും ഗൗരവപ്പെടുത്തത് അന്വേഷിക്കുന്നതാണോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നേരത്തെയുള്ള പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലെയും പ്രതികൾക്ക് സംഭവിച്ച കാര്യം കൂടി ഷാജി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതെ അതെ, മുൻകാലങ്ങളിൽ പല അനുഭവങ്ങളും നമ്മൾ അറിഞ്ഞതാണ്, കേട്ടതാണ്. അതൊന്നും ഒരുപക്ഷെ വസ്തുതാപരമായി തെളിയിക്കാൻ സാധിച്ചില്ല. ഞാൻ ഏറ്റവും അവസാനം ഞാൻ കേട്ടത് നമ്മുടെ പ്രകാശം മാഷ മകൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊരു സംശയം വരികയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഗൗരവത്തായിട്ട് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് രമ, അല്ലേ? അതെ 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 അതെ. ശരി. KK രമയാണ് പ്രതികരിച്ചത്. KK രമ MLA ആണ് പ്രതികരിച്ചത്. കുഞ്ഞനന്തന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് ഷാജി ഉയർത്തിയ ആരോപണം, പ്രസംഗത്തിൽ ഷാജി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, അവിടെ അതിൽ കുടുംബം അത് പൂർണ്ണമായും തള്ളുന്നുണ്ടെങ്കിലും KK രമ ആ ആരോപണത്തിന് ഗൗരവം ഒട്ടും കുറവില്ല. കാരണം നേരത്തെയുള്ള അനുമോദ് CPM-ന്റെ പലതരത്തിലുള്ള പ്രവർത്തികളും ഇതിനെ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരും CPM-ഉം. തീർച്ചയായും. അല്ല, സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കുഞ്ഞനന്തനെ പോലെ ഇടതുപക്ഷത്തിന്റെ ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, TP വധക്കേസിൽ 13ാം പ്രതിയായിട്ട് കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ഒരാൾ, ആ തടവ് ശിക്ഷയ്ക്കിടെ അയാൾ അസുഖബാധിതനായിട്ട് മരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു വിഷയത്തിലാണ് ഷാജിയുടെ ഒരു വെളിപ്പെടുത്തൽ പോലെ അദ്ദേഹം പറയുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം അതിൽ ചേർത്ത് പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ രീതി അതാണ്, കൊല്ലിക്കുന്നവരെ തന്നെ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞാൽ അവരെ കൊല്ലും. അത് ഫസൽ വധത്തിലാവട്ടെ ഷുക്കൂർ വധത്തിലാവട്ടെ, ഇത്തരം ഉദാഹരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ കുഞ്ഞനന്തനെ ഇടതുപക്ഷം തന്നെ കൊല്ലിച്ചതാണ് എന്ന് പറയാതെ പറയുകയാണ് ഷാജി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിനെ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് കൂടുതൽ വിശദീകരണം ഒരുപക്ഷെ നൽകേണ്ടതായിട്ട് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ ഇതിനെതിരെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്നാമത് TP കേസിലെ ഹൈക്കോടതി വിധി വന്ന ഇത്രയും ദിവസമാകുമ്പോൾ ആ ഒരു വിഷയം വീണ്ടും ചൂട് പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനെതിരെ വലിയ ഒരു രാഷ്ട്രീയ ആരോപണം, അതായത് ഇടതുപക്ഷം അത്തരത്തിലൊരു സംഭവം ചെയ്യുന്നവരാണ്, അവർ കൊല്ലിക്കുന്നു, ആ കൊല്ലാൻ ഉപയോഗിച്ചവരെ മറ്റുള്ളവരെ കൊണ്ട് വീണ്ടും കൊല്ലിച്ചതിൻ്റെ രഹസ്യമില്ലാതെയാക്കുന്നു. അത്തരത്തിൽ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് KM ഷാജി ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇടതുപക്ഷത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് KM ഷാജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി. അനുമോദാണ്, CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.